പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൂരത്തും ചാരത്തും വരുന്ന കേൾക്കുന്ന സകലർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വചനം കേൾക്കുകയും വചനം വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അനേക കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. പ്രൈസ് ഗോഡ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം, 1 Peter chapter 5 verse 8, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു ഫോളൻ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാവുന്നൊരു കാര്യമാണ് അനേക വെല്ലുവിളികൾ നമ്മുടെ നേരെ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. എന്നാൽ അതിൻ്റെ കൂടെ മറ്റു വെല്ലുവിളികളൂടെ വരുമ്പോൾ നമുക്ക് വാസ്തവമായി മനസ്സിലാകും നമുക്കൊരു സ്പിരിച്വൽ എനിമി ഉണ്ടെന്ന്. ആ സ്പിരിച്വൽ എനിമിയുടെ മെയിൻ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിലൊരു ആത്മീയ ശിക്ഷണം നടക്കണം, ഒരു ഡെയിലി ഡിസിപ്ലിൻ. എന്തിലാ? ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മെ ട്രാൻസ്ഫോം ചെയ്യാനല്ല, ദൈവം എങ്ങനെ ഉദ്ദേശിക്കുന്നു അതുപോലെ നമ്മുടെ മനസ്സിനൊരു പുതുക്കം ഏറ്റെടുത്തുകൊണ്ട് ശത്രുവിൻ്റെ സകല സ്കീംസിനുമെതിരെ നിൽപ്പാൻ തക്കവണ്ണം രൂപാന്തരത്തോടെ ജീവിപ്പാൻ. അങ്ങനെ നമ്മുടെ മനസ്സ് റിന്യൂ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫോംഡ് ആകുമ്പോൾ ഫാക്റ്റും ഫിക്ഷനും, ട്രൂത്തും ലൈസും, റൈറ്റും റോങ്ങും, ഗുഡും ഈവിളും ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസമൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും, ഡിസേൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇല്ലാതെ നാം തന്നെ ചിലതൊക്കെ ചിന്തിച്ച് കൂട്ടിയാൽ നമ്മൾ ചില ടഫ് ഡിസിഷൻസ് എടുക്കുകയും ചെയ്യും. എന്നിട്ട് ജീവിതത്തിലെ ഭയത്തെയും റിയലായിട്ട് കടന്നു വരുന്ന ട്രയൽസിനെയൊക്കെ നാം സ്വീകരിക്കും. എന്നിട്ട് എന്ത് പറ്റുമെന്നറിയാമോ? തോറ്റൊരു ജീവിതം, തോൽവിയുടെ ഒരു ജീവിതം. എന്നിട്ട് നമ്മളിൽ സംശയം ഉണർത്തുന്ന ഒരു പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥകൾ ജീവിതത്തിലുണ്ടാകും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നാം ഇരിക്കുമ്പോൾ അനേക കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും വിശ്വസിക്കാനും, അങ്ങനെ ദൈവത്തിൻ്റെ പ്രോമിസസ് നമ്മളോടുള്ള സ്വന്തം പ്രോമിസസ്സായിട്ട് കണ്ടുകൊണ്ട് ഒരു ക്രിസ്തു ജീവൻ നയിപ്പാനും നമുക്ക് ഇടവരും. തിരുവചനം നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം, അതായത് അത് വളരെ ലവിങ് ആയിട്ടുള്ള ശബ്ദമാണ്, ഉറപ്പ് തരുന്ന ശബ്ദമാണ്, കാമിങ് വോയിസാണ്, നമ്മെ തന്നെ ക്വയറ്റാക്കുന്ന ശബ്ദമാണ്. അത് തിരിച്ചറിയുവാൻ കഴിയണം. ഡിസെപ്ഷനുമായിട്ട് നടക്കുന്ന ശത്രുവിൻ്റെ ശബ്ദമുണ്ട്, ഭയവുമായി നടക്കുന്ന ശത്രുവിൻ്റെ ശബ്ദമുണ്ട്. തിരിച്ചറിയണം ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. നമുക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഏറ്റവും പവർഫുൾ ഫൈറ്റിംഗ് ഇൻസ്ട്രുമെൻസായിട്ട് ശത്രു വന്നാലും പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ട് എഴുതിയിട്ട് ഓർത്തിരിക്കേണ്ട വാക്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. നിൻ്റെ ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും മധ്യേ കുഞ്ഞെ നിനക്കിങ്ങനൊന്ന് ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ മുഴുവൻ വിശ്വാസവും ജീവിതവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളത് നമ്മളെക്കുറിച്ചുള്ള ബെസ്റ്റ് ഇൻട്രസ്റ്റാണ്. അവൻ്റെ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ മുഴുവൻ നമ്മെ ബ്ലെസ് ചെയ്യുവാനാണ്, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ടുള്ളതാണ് ദൈവപൈതലേ.
അതുകൊണ്ട് ആ സത്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രോമിസസിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഫിയറിന് സ്ഥാനമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ജോയ് ആയിരിക്കും, ഒരു ആനന്ദം നമ്മളിൽ നിന്ന് ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ സ്ഥാനം വലുതാണ്. അതുകൊണ്ട് നമുക്കൊരു മിഷനുണ്ട്. ആ ഒരു മിഷനെ തളർത്തുവാൻ ഒരു ഭയത്തിനും ഒരു ആങ്സൈറ്റിക്കും കഴിയത്തില്ല എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ ഉറച്ചു കൊള്ളണം. പ്രൈസ് ഗോഡ്. അനേക വർഷങ്ങൾ ആങ്സൈറ്റിയാൽ ആക്രമിക്കപ്പെട്ടവരെ എനിക്കറിയാം, ക്ലോസായിട്ടറിയാം. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനെ കഴിഞ്ഞു വലുതാണെന്ന്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളെക്കുറിച്ചുള്ളത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ പ്രോസ്പർ ചെയ്യാനായിട്ടുമുള്ള പ്ലാനാണെന്ന്, അല്ലാണ്ട് നമ്മളെ നശിപ്പിക്കാനുള്ള പ്ലാൻ അല്ല. God wants to give you a future and a hope. Praise God. ആങ്സൈറ്റിയെ കൺട്രോൾ ചെയ്യുവാനായിട്ട് കഴിയണം. കാരണം നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അതുകൊണ്ട് ശക്തിയുള്ള ഗ്രിപ്പ് നമ്മുടെ മേലെ ഇട്ടിരിക്കുന്ന ഫിയറും ആങ്സൈറ്റിയും അൺറെസ്റ്റും എല്ലാം ഉണ്ടല്ലോ, അതിനെ നമ്മൾ കുടഞ്ഞു കളയണം. നമ്മുടെ സൃഷ്ടാവാകുന്ന ദൈവത്തിൽ, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നാം നമ്മുടെ വിശ്വാസം അർപ്പിച്ചാൽ മനസ്സിലാക്കണം, ഹീ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അതോർത്ത് നീ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ദൈവം ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. പ്രൈസ് ഗോഡ്. ഇന്നലെ ജയമെടുത്ത വിഷയം പിന്നെയും പൊങ്ങി വന്നാൽ ഭാരപ്പെട്ടു പോകരുതേ. നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്ക്. ചില സമയങ്ങളിൽ നീ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നിനക്കറിയാൻ പോലും പറ്റത്തില്ലായിരിക്കും, പക്ഷെ നിൻ്റെ കൺട്രോൾ അങ്ങ് വിട്ടുപോകുക. പ്രൈസ് ഗോഡ്. നീ ഒരു ഇരുണ്ട അറയിൽ കൂടെ പോകുന്നത് പോലെ, ഇരുട്ടുള്ള അറയിൽ കൂടെ, ഹല്ലേലൂയ, ഡാർക്ക് ടണലിൽ കൂടെ നീ പോവുകയാണെന്ന് തോന്നും. പക്ഷേ ഓർത്തോണം, ആ ടണലിൽ കൂടെ പോകുമ്പോൾ നീ നേരെ നോക്ക് കുഞ്ഞെ, നീ ഉയരത്തിലേക്ക് നോക്ക് കുഞ്ഞെ. ഒരു വെളിച്ചം വളരെ വിദൂരതയിൽ നിനക്ക് വേണ്ടി പ്രകാശിക്കുന്നത് കാണാം. ദൈവം സൈലൻ്റ് ആണെന്നും അവൻ വിദൂരതയിലാണെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം തരുന്നില്ല എന്നുമൊക്കെ വെച്ചുകൊണ്ട് നീ പുറൂറുക്കാൻ പോകരുത്. കർത്താവിന് ഒറ്റ കാര്യമേ അന്നും ഇന്നും എന്നും എന്നോടും നിങ്ങളോടും പറയാനുള്ളൂ, ടേക്ക് കറേജ്. ഉത്തരം കണ്ടില്ലെങ്കിൽ വെയിറ്റ് ഫോർ ദ ലോഡ്. വെയിറ്റിംഗ് ഇച്ചിരി ഡിഫിക്കൽട്ട്, അത് ഞാൻ സമ്മതിച്ചു. ജീവിതത്തിൽ ഒട്ടും ഫെയർ അല്ലാത്തൊരു കാര്യമാണ് ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെയും പ്രാർത്ഥിച്ച് തന്നെയും പ്രാർത്ഥിച്ച് ഉപസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നു. സത്യം എന്താണെന്നറിയാവോ? ലൈഫ് ടഫാണ് എന്നാണേലും. എന്നാൽ ചെറിയ ചെറിയ വചനശകലങ്ങൾ, ഡിവോഷണൽ സ്റ്റഡീസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ കറേജ് വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭയത്തെയൊക്കെ ഓവർകം ചെയ്യുവാൻ നമുക്ക് കഴിയും. നാം ബ്രേവായിത്തീരും. പ്രൈസ് ഗോഡ്. ഒരു ബഥേൽ മ്യൂസിക് ഉണ്ട്, യു മേക്ക് മീ ബ്രേവ് എന്ന് പറഞ്ഞ്. നിങ്ങൾ ചിലർക്ക് അതറിയാമായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നീ പാടത്. പ്ലീസ് ഗോഡ്. വളരെ റെസ്പെക്റ്റോടുകൂടി മാത്രമേ ആ പാട്ടൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നേരെ കടന്നു വരുന്ന സകല ആയുധങ്ങളുടെയും മൂർച്ചയെ സ്വർഗത്തിലെ ദൈവം തകർക്കും. നമ്മൾ യഹോവയെ കാത്തിരിക്കുമ്പോൾ ശക്തിയെ പുതുക്കുക. നമ്മുടെ ഉള്ളിലത്തെ ഹൃദയത്തിൽ ധൈര്യവും സഹനശക്തിയും സഹിഷ്ണുതയും എല്ലാം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. പ്രൈസ് ഗോഡ്. ദൈവം നമ്മോടുകൂടി ഉണ്ട്. ദൈവ പൈതലേ, നമ്മെ രക്ഷിക്കാൻ അവൻ പ്രാപ്തനാ. അവൻ നമ്മുടെ ഡെലിവററാ. അവൻ നമ്മുടെ സ്ട്രോങ് ടവറാ. അവൻ നമ്മുടെ ഷീൽഡാ. പ്രൈസ് ഗോഡ്. ബില്ലി ഗ്രാം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, കറേജ് ഈസ് കണ്ടേജിയസ്. വെൻ എ ബ്രേവ് മാൻ ടേക്സ് എ സ്റ്റാൻഡ്, the spines of others are often stiffened. കറേജ് കണ്ടേജിയസ് ആണ്.
ധൈര്യമുള്ളൊരു മനുഷ്യൻ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ നട്ടെല്ലും നല്ല ഉറപ്പോടെ നിവരെ നിൽക്കുവാനിടയാകുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കുക. പലപ്പോഴും കപ്പൽ തീരത്തോട് ചേർന്ന് കിടക്കുമ്പോൾ സേഫാന്ന് തോന്നും. പക്ഷെ അവിടെ അല്ലല്ലോ കപ്പൽ കിടക്കേണ്ടത്. അത് കടലിലേക്ക് ഇറങ്ങുമ്പോൾ പ്രൈസ് ഗോഡ്, കുഞ്ഞെ, ജീവിതമാകുന്ന സമുദ്രത്തിലേക്ക് നീ ഇറങ്ങുമ്പോൾ ബി ബ്രേവ്, ബി ബോൾഡ്, ലീവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഗോഡ് ഈസ് വിത്ത് യു, ഗോഡ് ഈസ് ഫോർ യു, യു ആർ നോട്ട് എലോൺ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. കാറ്റുകളടിച്ചാലും തിരമാലകൾ ഉയർന്നാലും മലകൾ മുമ്പിൽ നിരന്നു നിന്നാലും ഗോലിയാത്ത് മുമ്പിൽ വന്നാലും ജീവിതത്തിൽ സകല ഭയത്തെയും അതിജീവിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾക്കെല്ലാം തരണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.